എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്തുള്ള വളരെ പുരാതനമായ ഒരു ജൈന ക്ഷേത്രമാണ് കല്ലിൽ ഭഗവതി ക്ഷേത്രം. 28 ഏക്കർ ചുറ്റളവിൽ മരങ്ങളുടെ നടുവിൽ 120ഓളം പടികൾ കയറി മാത്രമേ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്താനാവൂ. തൂണുകളില്ലാതെ ഒറ്റക്കല്ലിൽ ഇരിക്കുന്ന ഒരു അമ്പലമാണ് ഈ കല്ലിൽ ക്ഷേത്രം. കേരള ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൗരാണിക സ്തംഭങ്ങളുടെ പട്ടികയിലുള്ള ക്ഷേത്രമാണിത്. ഈ അമ്പലത്തിലെ പ്രതിഷ്ഠയായ ഭഗവതിയുമായി ബന്ധപ്പെട്ട് ധാരാളം ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. ഡിസംബർ മാസത്തിലെ തൃക്കാർത്തികയുമായി ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യരും പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ് കല്ലിൽ ക്ഷേത്രത്തിലേത്. 8 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിനിടയിൽ എല്ലാ ദിവസവും അന്നദാനവും നടത്തി വരുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട 2 നേർച്ചകളാണ് കല്ല് നേർച്ചയും ചൂല് നേർച്ചയും. തലമുടി വളരാൻ വേണ്ടി സ്ത്രീകൾ ചൂല് നേർച്ചയും, അതുപോലെ വീട് പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പുരുഷന്മാർ കല്ല് നേർച്ചയുമാണ് നടത്താറുള്ളത്. എറണാകുളം ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണിത്. വൺ ഡേ ടൂറുമായി ബന്ധപ്പെട്ട് ഇരിങ്ങോൾ കാവ്, കല്ലിൽ ക്ഷേത്രം, കോടനാട്, കൊമ്പനാടുള്ള പോര് എന്നിവ കണക്ട് ചെയ്ത് ധാരാളം ടൂറുകൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഏറെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കല്ലിൽ ക്ഷേത്രമിരിക്കുന്ന ഈ മേദല എന്ന ഗ്രാമം. കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന പത്മാവതി എന്ന ഭഗവതിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ പ്രതിഷ്ഠയെ നമുക്ക് ചുറ്റും വലം വയ്ക്കുന്നതിനുള്ള സൗകര്യം ഇവിടെയില്ല. ചരിത്ര വിദ്യാർത്ഥികൾക്കും സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കും ഒരു റിസർച്ചിനുള്ള വിഷയം കൂടിയാണ് ഈ അമ്പലം. കല്ലിൽ ഹയർ സെക്കൻഡറി സ്കൂളും കല്ലിൽ ഹൈസ്കൂളും ഈ അമ്പലത്തിനടുത്ത് തന്നെയാണ്.